മുഖ്യമന്ത്രിയോട് ഇവിടുത്തെ എല്ലാവരും ചോദിച്ച ഒരു ചോദ്യമുണ്ട്. കേരളത്തിലെ പ്രതിപക്ഷം, PV അൻവർ MLA, ഘടകകക്ഷികളായിട്ടുള്ള CPI, ജനതാദൾ, NCP, മറ്റു കമ്മ്യൂണിസ്റ്റ് സഹയാത്രികർ, ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചില പ്രവർത്തകന്മാർ, എല്ലാവരും മുഖ്യമന്ത്രിയോട് ചോദിക്കുന്ന ആത്യന്തികമായ ഒരു ചോദ്യം, നിങ്ങൾ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ കീഴിലെ കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP 2 സമയങ്ങളിലായി ഒരു മാസത്തിനിടയിൽ RSSന്റെ നേതാക്കന്മാരുമായി ചർച്ച നടത്തിയത് നിങ്ങൾ അറിഞ്ഞിരുന്നോ? നിങ്ങളെ കൊണ്ട് അനുവാദം വാങ്ങിയിട്ടാണോ കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGP RSSന്റെ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായ 2 നേതാക്കന്മാരോട് ചർച്ച നടത്തിയത്? ആ ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം പോയിരുന്നു എന്ന റിപ്പോർട്ട് നിങ്ങളുടെ മേശപ്പുറത്ത് വന്നിട്ടും നിങ്ങൾ ഈ പോലീസ് ഉദ്യോഗസ്ഥനോട് ചോദിച്ചിരുന്നോ നിങ്ങൾ RSSുമായി ചർച്ച നടത്തിയത് എന്തിനാണെന്ന്? RSSുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഏതെങ്കിലും പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടിയാണോ ഈ ചർച്ച നടത്തിയത്? കേരളത്തിന്റെ പോലീസ് സേനയിൽ RSSന്റെ പിടി മുറുക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ആസൂത്രണമാണോ ഈ ചർച്ച? ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വകുപ്പിന്റെ കീഴിലുള്ള പോലീസിലെ രണ്ടാമനായിട്ടുള്ള ഒരാൾ ഇങ്ങനെ RSSനോട് ചർച്ച നടത്തിയതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അന്വേഷിച്ചിരുന്നോ? ഇത് കേരളത്തിന്റെ പ്രതിപക്ഷത്തെയും മറ്റു സംവിധാനത്തെയും ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നിങ്ങളുടെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ചെയ്തു വെച്ച കാര്യമാണ്. RSSന്റെ നേതാക്കന്മാരുമായി ചർച്ച നടത്തി എന്നുള്ളത് ഉറപ്പാണല്ലോ. അത് ADGPയും സമ്മതിച്ചിട്ടുണ്ടല്ലോ. എങ്കിൽ നിങ്ങൾക്ക് ആർജവമുള്ള മുഖ്യമന്ത്രിയാണെങ്കിൽ, RSSനെതിരെ ശബ്ദിക്കുവാൻ നിങ്ങൾക്ക് കരുത്തുണ്ടെങ്കിൽ, അദ്ദേഹം RSS നേതാക്കന്മാരുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്നും ആ ചർച്ചയെക്കുറിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഇന്ന കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് എന്ന് ഞാൻ അറിഞ്ഞുവെന്നും അതിൻ്റെ പേരിൽ ഒന്നുകിൽ ഞാൻ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു എന്ന്, അതല്ലെങ്കിൽ അദ്ദേഹം RSSുമായി ചർച്ച നടത്തിയതിന് പ്രശ്നമില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഇത് കേരളത്തിനോട് വ്യക്തമാക്കേണ്ട ആൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രമാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് വ്യക്തമാക്കാൻ കഴിയാത്തത്? ഈ മടിയിലുള്ള ഖനത്തിന്റെ വർധനവ് കൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഇത് പറയാൻ വേണ്ടി കഴിയാത്തത്. അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ ആക്രോശിച്ച് പുറത്താക്കുകയല്ല വേണ്ടത്. ആ ചോദ്യങ്ങൾക്കൊരു ഉത്തരമുണ്ട്. ആ ഉത്തരം നിങ്ങൾ സമൂഹത്തോട് പറയുകയാണ് വേണ്ടത്.